എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നാനാജാതി മതവിശ്വാസികളും വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന 2 ദേവാലയങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങളങ്ങനെ ആദ്യത്തെ പള്ളിയായ ഭീമാ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരം ഭീമാ പള്ളി. നാനാജാതി മതസ്ഥർക്കും ആശ്രയവും അഭയവും കഷ്ടതകളിൽ നിന്ന് മോചനവും ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. നബി പരമ്പരയിൽപ്പെട്ടവർ ഈ പള്ളിയിലെ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമ ബീവി, മകൻ ഷെയ്ഖ് സയ്യിദ് സഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാ പള്ളിയിൽ ഉള്ളത്. കല്ലടി ബാബ എന്ന സിദ്ധന്റെ ഖബറും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഭീമാ ബീവി എന്ന പേരിൽ നിന്നാണ് ഭീമാ പള്ളി എന്ന പേരുണ്ടാകുന്നത്. ഇവിടെ ഇതുപോലെ പ്രാവിൻ്റെ കൂടുകളൊക്കെ ഒരുപാട് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ വീടുകളിലും ഇതേപോലെ പ്രാവുകൾ വരുന്നുണ്ട്, അതൊരു ശല്യമായി തീരുന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂടുകൾ ഒരുക്കി വെച്ചു കൊടുത്താൽ അവർ അവിടെ താമസിച്ചുകൊള്ളും. നമ്മുടെ വീടും വൃത്തികേടാക്കത്തില്ല. നമുക്കെന്നും ഒരു കൗതുക കാഴ്ചയുമായിരിക്കും അത്. ഇവിടെ സന്ദർശിക്കുന്നവർക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ ധാരാളം ഇരിപ്പിടങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് പച്ച കളറൊക്കെ അടിച്ച് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉറൂസ് നടക്കുന്ന പള്ളികളിൽ ഒന്നാണ് ഭീമാ പള്ളി. ആ സമയത്ത് ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടക്കാരും അതേപോലെ ഭയങ്കര ജനത്തിരക്കുമൊക്കെ ആയിരിക്കും. മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കൊണ്ടിട്ട് കണ്ടോ, വലയൊക്കെ നെയ്യുന്നുണ്ട് അവരുടെ. ഇവിടെ അടുത്താണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഇവിടെ നിന്നാൽ ധാരാളം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഭീമാ പള്ളിയിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഞങ്ങളുടെ അടുത്ത പള്ളിയായ വെട്ടുകാട് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒത്തിരി നാളായി ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചതാണ്, ഇപ്പോഴാണ് വരാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 2 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമാണ് ഈ വെട്ടുകാട് പള്ളി. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് പള്ളി. ഭാരതത്തിന്റെ 2ാം അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാട് പള്ളി എന്ന് വിശ്വസിക്കപ്പെടുന്നു. പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുൻപ് തന്നെ വെട്ടുകാട്ടിൽ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട്. മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിന്റെയും ദേ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മാദ്രെ ദേ ദേവൂസ് എന്ന നാമമാണ് ദേവാലയത്തിന് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. കന്യകാമറിയത്തിന്റെ നാമത്തിലാണ് ഇവിടുത്തെ ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് ഈ പള്ളിയിൽ എന്തോ വിശേഷ ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി വിശ്വാസികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ആരാധന നടക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ആരാധനാ ഗാനമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കൊന്ന് കയറാം. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ അനുഗ്രഹം നമുക്കും കിട്ടുമല്ലോ. ഞാനും അല്പനേരം പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ധാരാളം വിശ്വാസികൾ ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഒരിടം തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ രൂപമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടേക്ക് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും പാദപൂജയൊക്കെ നടത്തി പോകുന്നുണ്ട്. എല്ലാ വർഷവും ലത്തീൻ ആരാധനാ ക്രമവർഷത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജന്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്നത്.
10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വളരെ വിപുലമായാണ് ആഘോഷിക്കപ്പെടുന്നത്. ഉത്സവത്തിന് കേരളത്തിലെ നാനാഭാഗത്തു നിന്നും ജാതിമത ഭേദമന്യേ ഒരുപാട് വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. ഇവിടെ നമുക്ക് പുതിയതായി പണികഴിപ്പിച്ച ക്രൈസ്റ്റസ് റെക്സ് ചാപ്പൽ കാണാം. അതുപോലെ തന്നെ അവിടെ മ്യൂസിയമുണ്ട്. ഏകദേശം 200 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇടവുമുണ്ട്. എല്ലാം ശീതീകരിച്ച മുറികളാണ്. അപ്പോൾ അവിടെ കാണുവാനും ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ചാപ്പലൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ ഈ ബീച്ചിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ തീരം കുറവാണ്. ഒരുപക്ഷെ കടൽ കയറി കിടക്കുന്നത് കൊണ്ടാവാം. ഇവിടെ വന്ന സൂര്യാസ്തമയമൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ധാരാളം ലേഡീസ് മീൻ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ഉണക്ക മീനാണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്. ഈ പള്ളി സന്ദർശിക്കാൻ വരുന്നവരൊക്കെ ഇവിടെയും വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന അങ്ങോട്ട് പോവാം. ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്കാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയും കാർ പാർക്ക് ചെയ്യാനുള്ള വിശാലമായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വലതുവശത്ത് കാണുന്ന റോഡെയാണ് അങ്ങോട്ട് പോകേണ്ടത്. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോവാം. ഇവിടെ ഇടുങ്ങിയ ഒരു റോഡാണ്. അപ്പോൾ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. ക്യാമറയായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ വാഹനം വന്ന് തട്ടും. എന്നിട്ട് വന്ന വഴിക്ക് ചെറിയൊരു ഇടവഴി കണ്ടു. അപ്പം ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ധാരാളം വള്ളങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കേടായതാണോ അത് ഇനിയിപ്പം ട്രോളിങ് സമയമായതുകൊണ്ട് കരയ്ക്കെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇവിടെ കല്ലുകെട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തോട്ട് കടൽ കയറുന്നില്ല. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഈ ഭാഗത്തോട്ട് കല്ലുകെട്ടുകളോ പുലിമുട്ടുകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ കടലെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പുറത്തൊരു വീടിരിക്കുന്നുണ്ട്. അതും ഈ കണക്കിനാണെങ്കിൽ പോവും. ഇവിടെ ഒരു അമ്മൂമ്മ ഇരുന്ന് മീൻ വൃത്തിയാക്കുന്നു. അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവരെ സംരക്ഷിക്കണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. കടൽ കയറിയത് ഒഴിച്ചാൽ നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഈ പള്ളി സന്ദർശിക്കാൻ വരുന്നവർ ഇങ്ങോട്ടൊക്കെ വന്ന് കാണണം കേട്ടോ. അങ്ങനെ ഞാനവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.